ഞങ്ങൾ ഉറച്ചു പറയുന്നു, ഈ കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന വഹാബി പൗരോഹിത്യത്തെക്കാൾ, അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല ഉലമാക്കളെക്കാളോ ഖുർആൻ അറിഞ്ഞവർ മദ്ഹബിന്റെ ഇമാമുമാരാ, ഹദീസ് അറിഞ്ഞവർ മദ്ഹബിന്റെ ഇമാമുമാരാ. നമ്മളെക്കാൾ തെറ്റുപറ്റാതിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാവുന്നത് ആ ഇമാമുമാരാ. അതാണ് നമ്മളും നിങ്ങളും തമ്മിലുള്ള ഒരു തർക്കം. കുറ്റുറപ്പുള്ള തേക്കും കുറ്റി പിടിക്കണോ അതോ വഹാബി പുരോഹിതന്മാരെന്ന കറുത്ത തണ്ട് പിടിക്കണോ എന്നുള്ളതാണ് പ്രശ്നം. ഒരുത്തനെ പിടിക്കുമ്പോ കരുത്തനെ പിടിച്ചോ മുജാഹിദേ, ഇമാം ഷാഫി തങ്ങളെ. അല്ലാതെ ഈ വായാടി പുരോഹിതന്മാര് കൊല്ലം മാറ്റിയും തിരുത്തിയും പറയുന്ന മതത്തിന്റെ പേരിലുള്ള വൈകൃതങ്ങളെ വിഴുങ്ങി ആഖിറം കളയണ്ട. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് അംബിയ ഔലിയാക്കളിലൂടെ അല്ലാഹു തആല പ്രകടമാക്കിയ മുഅ്ജിസത്ത് കറാമത്തുകളെ നിഷേധിക്കാനാ വഹാബികൾ പരിഭാഷകളുമായി രംഗത്തു വന്നത്. തങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഖുർആനിന്റെ പേരിൽ എഴുതി ചേർക്കാനാ വഹാബികൾ പരിഭാഷ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അക്കാലം മുതൽ ഇക്കാലം വരെ നമ്മുടെ ഉലമാക്കള് പരിഭാഷ പാടില്ല എന്ന് സമുദായത്തെ പഠിപ്പിക്കുകയാണ്. വഹാബികളുടെ പരിഭാഷയിൽ തൊട്ടുപോകരുത് എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ബോധ്യപ്പെടുത്തിയപ്പോ വഹാബികൾ പറഞ്ഞു, മുസ്ലിംമാര് ഖുർആൻ പഠിക്കണമെന്ന് മുസ്ലിമീങ്ങളെ തടയുകയാണ്. കാരണം മുസ്ലിം സമുദായം ഖുർആൻ പഠിച്ചു കഴിഞ്ഞാല് ഈ മൗലവിമാർക്ക് പോക്കറ്റ് വീർപ്പിക്കാൻ കഴിയില്ല, അവർക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ഖുർആനിൽ നിന്ന് സമുദായത്തെ തടയുകയാണ് എന്നായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മുജാഹിദ് മൗലവി പച്ചക്ക് പറയാണ്, ഈ ഖുർആൻ പരിഭാഷ നോക്കിക്കാണ്ടല്ല ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. അതാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഞങ്ങളെ ഖുർആൻ വിരോധികളാക്കിയത്. അതിന്റെ പേരിലാണ് മുസ്ലിംമാരെ പോക്കറ്റ് വീർക്കൂല, സമുദായം ഖുർആൻ പഠിച്ചാല് എന്ന് പ്രചരിപ്പിച്ചത്. എന്നാൽ ഈ സമുദായത്തെ ഒരിക്കലും ഖുർആൻ പഠിക്കണമെന്ന് മുസ്ലിം സമുദായത്തെ പണ്ഡിതന്മാര് തടഞ്ഞിട്ടില്ല. അങ്ങനെ തടഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഉലമാക്കൾ ഉണ്ടാവുക? ആ ഉലമാക്കൾ തൊട്ടടുത്ത തലമുറക്ക് ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടല്ലേ ഇവിടെ ഉലമാക്കൾ ഉണ്ടായത്. മറിച്ച് നമ്മൾ പറഞ്ഞത് ഖുർആനിനെ അതിന്റെ ചാനലിലൂടെ പഠിക്കണമെന്നാണ്. അതിന്റെ ചാനൽ ഏതാണ്? ഖുർആൻ അതിന് പറഞ്ഞത് സിറാത്തുൽ മുസ്തഖീം എന്നാണ്, സബീലുൽ മുഅ്മിനീൻ എന്നാണ്. ആ സബീലുൽ മുഅ്മിനീനിലൂടെ വേണം നമ്മൾ ഖുർആൻ മനസ്സിലാക്കാനേ, സിറാത്തുൽ മുസ്തഖീമിലൂടെ വേണം നമ്മൾ ഖുർആൻ മനസ്സിലാക്കാനേ. ആരാണ് ആ സിറാത്തുൽ മുസ്തഖീമിലെ ഒന്നാം കണ്ണി? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ഹബീബായ തങ്ങൾക്ക് ഗ്രന്ഥമായി കൊടുത്ത് അറബികളിൽ വിതരണം ചെയ്യാതെ അല്പാൽപം ആയത്തുകളിലൂടെ ഹബീബിലേക്ക് കൈമാറി അവിടത്തെ തന്നെ വിശദീകരിക്കാൻ ഏൽപ്പിച്ചത്. ആ ഖുർആനും അതിന്റെ വിശദീകരണവും ഹബീബ് തങ്ങൾ കൈമാറിയത് എങ്ങനെയാണ്? സ്വഹാബികളുടെ ഹൃദയത്തിലേക്കാണ്, കർമ്മവദങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളിലൂടെ വേണം നമ്മൾ ഖുർആൻ വായിക്കാൻ. ഹബീബായ തങ്ങളെ വായിക്കേണ്ടത് മഹാന്മാരായ സ്വഹാബിമാരിലൂടെയാണ്. കാരണം ആ ഖുർആനും ഹദീസും ഹബീബായ തങ്ങൾ ഒരു ഗ്രന്ഥത്തിലേക്ക് പകർത്തിയില്ല, സ്വഹാബത്തിന്റെ ഹൃദയത്തിലേക്ക് കൈമാറുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു നബിയിഹി. ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്രമാണം തരികയാണ്. അത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്താൽ ഭിന്നിക്കുകയില്ല, കലഹിക്കുകയില്ല, ശിഥിലീകരിക്കപ്പെടുകയില്ല. ഒന്ന് ഖുർആനാണ്, മറ്റൊന്നതിന്റെ വ്യാഖ്യാനമായ ഹദീസുകളാണ്. പലപ്പോഴും വിവരമില്ലാത്ത മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വഹാബികൾ വന്ന് കോട്ടിമാട്ടുന്ന ഒരു ഹദീസാണ് ഇത്. സ്വഹാബിമാരുടെയും ഇമാമുമാരുടെയും പറയിൽ നിന്ന് വിവരമില്ലാത്ത മുസ്ലിമീങ്ങളെ അടർത്തി മാറ്റി വിവരദോഷികളായ മൗലവിമാരുടെ പറയിൽ അണിനിരത്താൻ ഈ ഹദീസ് കവലകളിൽ വന്ന് പറഞ്ഞ് മൗലവിമാര് ചോദിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളെ, നിങ്ങളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത് പാളക്കിതാബിക്ക് പോകാനല്ലല്ലോ, പീറക്കിതാബിക്ക് പോകാനല്ലല്ലോ, സ്വഹാബികളെയും ഇമാമുമാരെയും പറകെ പോകാനല്ലല്ലോ, ഈ മദ്ഹബിനെ ഒന്നും ഫോളോ ചെയ്യാനല്ല, ഖുർആനുക്കും സുന്നത്തുക്കും പോകാനാണ്. ഈ ഹദീസ് ഒരു മുജാഹിദ് മൗലവി കോട്ടിമാട്ടുന്നത് നമുക്ക് കാണാം.
പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ബാക്കി വെക്കുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ കിതാബും എന്റെ ചര്യയുമാണത്. ഇമാം മാലിക് മുവത്തയിൽ വിവിധ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആശയം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതെ, ആ ആശയം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? രണ്ട് പ്രമാണം ഞാൻ നിങ്ങളിലേക്ക് കൈമാറി എന്ന് ഹബീബ് തങ്ങൾ പറയുമ്പോ ആളുകളോട് ടെക്സ്റ്റ് വായിക്കാനല്ല റസൂലുള്ള പറഞ്ഞത്. കാരണം ഇത് പറയുമ്പോ റസൂലുള്ളാന്റെ മേശപ്പുറത്ത് രണ്ട് ടെക്സ്റ്റുകൾ ഖുർആൻ ഹദീസുകളുടേതില്ല. മറിച്ച് റസൂലുള്ള കൈമാറിയ ഖുർആനുകൾ അത് സഞ്ചരിക്കുന്ന ഖുർആനുകളാ, അത് സഞ്ചരിക്കുന്ന ഹദീസുകളാണ്. അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഖുർആൻ ഈ പ്രപഞ്ചത്തിൽ പ്രതിഫലിപ്പിച്ച ഹിദായത്തിന്റെ പ്രകാശ കിരണങ്ങള് ആർത്തിരമ്പുന്ന തിരമാലകളിലൂടെ കപ്പലോട്ടുന്ന കപ്പിത്താൻ വാനലോകത്തെ നക്ഷത്രങ്ങളെ ഫോളോ ചെയ്ത് ദിശ നിർണയിക്കുന്നത് പോലെ ഖുർആനിന്റെ പേരിലുള്ള അരാജകത്വങ്ങൾ ആദർശപരമായ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുമ്പോ അതിൽ നിന്ന് നേരറിവ് നേടാൻ നിങ്ങൾ സ്വഹാബത്തിനെ ഫോളോ ചെയ്യണേ. അവർ സഞ്ചരിക്കുന്ന ഖുർആനുകളാണ്, അവർ സഞ്ചരിക്കുന്ന ഹദീസുകളാണ്. അള്ളാന്റെ ഹബീബ് കൈമാറിയ ഖുർആനും ഹദീസും സിദ്ദീഖ് തങ്ങളാണ്, ഉമർ തങ്ങളാണ്, മാലിക് ദീനാർ തങ്ങളാ. അതുകൊണ്ടാണ് ഹബീബിന്റെ കാലത്ത് തോലിലും മെല്ലിലുമായി ചിതറിക്കിടന്നിരുന്ന ഖുർആനിക വചനങ്ങളെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കോടീകരിച്ച് ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാണിച്ച് ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞപ്പോ മുസ്ലിം ലോകം അത് ഒറ്റയടിക്ക് സമ്മതിച്ചത്. അതുകൊണ്ട് സ്വഹാബികളിലൂടെ വേണം നമ്മൾ ഖുർആൻ മനസ്സിലാക്കാനേ. ആ സ്വഹാബിമാരെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ആ സ്വഹാബിമാരെ ഡയറക്റ്റായി കാണുകയോ കണ്ട ഉസ്താദുമാരിൽ നിന്ന് മതം പഠിക്കുകയോ ചെയ്ത ഹബീബായ തങ്ങൾ ഖൈറു ഉമ്മ എന്ന് പരിചയപ്പെടുത്തിയ ഹിജ്റ 3 നൂറ്റാണ്ടിൽ ജീവിച്ചുപോയ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുമാരിലൂടെയാണ്. ആ മദ്ഹബിന്റെ ഇമാമുമാരെ അവരുടെ ശിഷ്യരിലൂടെ സിറാത്തുൽ മുസ്തഖീം എന്ന ചാനലിലൂടെ പകർന്നെടുക്കേണ്ടതാണ്. ഇത് പറയുമ്പോ മൗലവി തുടർന്നുകൊണ്ട് പറയാണ്, ഈ മുസ്ലിയാക്കന്മാര് പറയും ഖുർആൻ നമുക്ക് മനസ്സിലാവൂലാന്നേ. എന്നാൽ ഖുർആൻ നമുക്ക് മനസ്സിലാകും. കാരണം മനസ്സിലാകാത്തൊരു ഖുർആൻ അല്ലാഹ് നമുക്ക് തന്നിട്ട് ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നീ എന്തേ അമല് ചെയ്യാന്ന് അല്ലാഹ് ആഖിറത്തിൽ ചോദിക്കുന്നത് മോശല്ലേ? ശരിയാണ്. ഒരു ഡ്രൈവിംഗ് അറിയാത്ത ചെക്കന്റെ കയ്യിൽ കാറിന്റെ ചാവി കൊടുത്തിട്ട് ഈ കാർ ഒന്ന് കൊണ്ടോട്ടി വരെ ഓടിച്ചു വാന്ന് പറയുന്നത് അനീതിയല്ലേ? ഇതുപോലെ നമുക്ക് മനസ്സിലാകാത്തൊരു ഖുർആൻ തന്നിട്ട് അതുകൊണ്ട് അമല് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് എന്ന് ആഖിറത്തിൽ നമ്മൾ തിരിച്ചു ചോദിക്കൂലേ എന്നാ മൗലവിന്റെ ന്യായം. പക്ഷേ ഇന്ന് മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താണ്? ഖുർആൻ നമുക്ക് തിരിയൂല. കറക്റ്റ്, ഖുർആൻ നമുക്കല്ല തിരിയുക. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സകീലാ. ഗഹനമായ ഗാംഭീര്യമുള്ള ആശയങ്ങളാ കൈമാറുന്നത്. അത് അറിയുന്നവരുണ്ട്, അവരിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് മനസ്സിലാവൂല. കറക്റ്റ്, അത് നമുക്കല്ല മനസ്സിലായത്, സ്വഹാബത്തിനാണ്, ഹബീബ് തങ്ങൾക്കാണ്, ഇമാമുമാർക്കാണ്. അവരിലൂടെ നമ്മൾ ഖുർആൻ മനസ്സിലാക്കണം. മനസ്സിലാകാത്തൊരു ഗ്രന്ഥം അല്ലാഹു നമുക്ക് ഇറക്കി തരാം, ഒരു പ്രശ്നമല്ല, തീർച്ചയായും ഇറക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ വിചാരണ ചെയ്യാം. തീർച്ചയായും അല്ലാഹു തആല വിചാരണ ചെയ്യുന്നതാണ്. അതുണ്ടാകുമോ? നീതിമാനായ അല്ലാഹു പടച്ചോനെ, ഞങ്ങൾക്ക് തിരിയാത്തൊരു ഗ്രന്ഥം നീ ഞങ്ങൾക്ക് തന്നിട്ട് എന്തേ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ലാന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കൂലേ? ഇല്ലല്ല, രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, 40 മീറ്റർ നീളമുള്ള നാവ് പരലോകത്ത് ചെലവാകൂല. ഇനി മൗലവിക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഒരു ചോയ്സ് അല്ലാഹ് കൊടുത്തു കൂട്ടുക. മൗലവി പറഞ്ഞു, പഠിച്ചോനെ തിരിയാത്തൊരു ഖുർആനല്ലേ നീ തന്നത്, അതനുസരിച്ച് എങ്ങനെയാ ഞാൻ അമല് ചെയ്യാന്ന് ചോദിച്ചാൽ അല്ലാഹു തിരിച്ചു ചോദിക്കുമടോ, വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ആ ഖുർആൻ
നിനക്കറിയില്ലെങ്കിലും അറിയുന്ന അമ്പിയാക്കളെ തന്നില്ലേ, അറിയുന്ന സ്വഹാബിമാരെ തന്നില്ലേ, അറിയുന്ന ഇമാമുമാരെ തന്നില്ലേ. വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിനക്കറിയൂലെങ്കിൽ അറിയുന്നവരിൽ നിന്ന് പഠിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചു മുട്ടുംകാല് പൊട്ടിക്കും മുജാഹിദ്. മൗലവിമാരുടെ ഈ വാചക കസർത്ത് കൊണ്ട് പെട്ടുപോകണ്ട. ഖുർആൻ മനസ്സിലാക്കേണ്ട ചാനലുണ്ട്, അത് സിറാത്തുൽ മുസ്തഖീമാണ്. എന്നാൽ ഇതല്ല, നമ്മളെല്ലാവരും ഖുർആൻ എടുക്കണമെന്ന് പറഞ്ഞു വാളെടുത്തവരോടൊക്കെ വെളിച്ചപ്പാടാകാൻ ആഹ്വാനം ചെയ്ത് 21 രംഗപ്രവേശനം ചെയ്ത വഹാബികൾക്ക് അവസാനം ഈ ഗവേഷണം വല്ലാത്ത ശാപമായി മാറിയില്ലേ? അങ്ങനെ എന്ത് ചെയ്തു? കുറച്ചു കാലങ്ങളായി വഹാബി പ്രസ്ഥാനത്തിൽ ഗവേഷണത്തോട് ഗവേഷണം. ഒരു MI മുഹമ്മദ് അലി സുല്ലമി എന്ന മൗലവി എഴുതിയത് എന്തോ ഒരു ഭംഗിയാണ് കേരളത്തിന്. നമ്മുടെ കേരളത്തിൽ കുനുകുനേന മുജ്തഹിദീങ്ങളാണ്. ഹൗലുങ്കല് തണ്ണിവീത്തി മുജ്തഹിദ്, മദ്രസിലെ മുഅല്ലിമു മുജ്തഹിദ്, പള്ളിയിലെ മുഅദ്ദിന് മുജ്തഹിദ്, പള്ളിയിലെ ഖതീബ് മുജ്തഹിദ്, ഇങ്ങനെ കുനുകുനേന മുജ്തഹിദീങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ നാടാണല്ലോ കേരളം എന്ന് പറഞ്ഞ് മടവൂർ മുജാഹിദ് അഭിമാനം കൊള്ളുകയോ, ആ മടവൂർ മുജാഹിദ് ഇങ്ങനെ ഗവേഷണം പൊടിപൊടിക്കുകയും ചെയ്തപ്പോ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തില് പള്ളിയെക്കാളും വലിയ മെഹ്റാബ് ഉണ്ടായി. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത നേതൃത്വത്തെയും ഹൈജാക്ക് ചെയ്യും വിധമുള്ള കുഞ്ഞാടുകളുടെ ഖുർആൻ ഗവേഷണം കാട് കയറിയപ്പോ അൽമനാറിൽ ഒരു ആഹ്വാനം. എന്തായിരുന്നു ആഹ്വാനം? ഇനി മുതൽ ആരും ഗവേഷണം നടത്തരുത്. ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം സകല ഇമാമിങ്ങളും പറഞ്ഞു, ഒന്ന് നമ്മളാരും ജിത്തിയാദിനു വേണ്ട, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പൂർണ്ണമായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് പോരാ, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ടീമാണി വരെ. പിന്നെ അവര് പറഞ്ഞു, അൽമനാറിലൂടെ ഓർഡർ കൊടുക്കുകയാണ്, ഇനി ആരും ഗവേഷണത്തിന് പോകരുത്. ആരെങ്കിലും അങ്ങനെ ഗവേഷണത്തിന് പോയിട്ട് ഞങ്ങൾ പറയാത്ത വല്ല മസലി ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജംഇയ്യത്തുൽ ഉലമയോടൊന്ന് കൂടി ആലോചിക്കാതെ അത് പറയാൻ പോകരുത്. സഹോദരന്മാരെ, ഈ ഇജ്തിഹാദ് അങ്ങോട്ട് മൂത്തപ്പോ ജംഇയ്യത്തുൽ ഉലമനെ കടത്തി വിട്ടുന്ന ഇമാമിങ്ങൾ മൗലവിമാരായ ശിഷ്യന്മാരിലുണ്ടായി. അൽമനാറിലെ ആഹ്വാനം പോലും ഫലിക്കാതെ വന്നപ്പോ TP അബ്ദുൽ മദനി പറയണേ, എന്താ പറയണറിയോ? നിങ്ങള് ഞങ്ങളെ ജംഇയ്യത്തുൽ ഉലമ പറയണ കേട്ടാ മതി. അത് പിന്നെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങള് അത് പരിശോധിക്കാൻ പോകണ്ട. ഞങ്ങൾ ഏതുപോലെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരു വഴി ഫോളോ ചെയ്താൽ മതി, അതിൽ തെറ്റില്ലാന്നാ നമ്മൾ പറഞ്ഞത്. എന്നാ മുജാഹിദ് മൗലവി പറയണേ, തെറ്റാ ശരിയാന്നൊന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ മരിച്ചു നിന്നിട്ടുള്ള മലക്കിന്റെ ചോദ്യമല്ലേ, നിങ്ങൾ നമ്മളെ മുജാഹിദ് സെന്ററിലെ നമ്പർ കൊടുത്താൽ മതി എന്നുള്ള കൊടുത്താ മൗലവിന്റെ ഡയലോഗ്. ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ, ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴികേൾപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. വെറുതെ കേട്ടോ, ആരും ഏറ്റെടുക്കൂല. ഈ മൗലവിമാര് പറഞ്ഞു കൊടുക്കണ എന്താ അറിയോ? നാട്ടിൽ നമ്മൾ വന്നിട്ട് പറയും സ്വഹാബികള് അറബിയില ഖുത്ബോധി കാണിച്ചെന്നത്. പക്ഷെ മുജാഹിദിയക്ക് യോഗം കൂടിയപ്പോ മലയാളത്തിൽ ഓതിയല്ല തിരിയാന്ന് ഭൂരിപക്ഷം വന്നപ്പോ തിരിയാനുള്ള ഖുത്ബ തുടങ്ങിയതാ. 10 പള്ളി സ്വഹാബത്ത് ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങളെ കമ്പാർട്ട്മെന്റ് ഉള്ള പള്ളി കേരളത്തിൽ അവരുണ്ടാക്കിയില്ല. ഇതൊക്കെ നമ്മൾ സമുദായത്തിന് ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോ വഹാബികള് പറയണ മലക്കുകൾ നിങ്ങൾ കബർ ചെന്നിട്ട് അഥവാ ചോദിക്കാണ്, എന്തിനാടാ നീ ആ മലയാള ഖുത്ബോധാൻ പോയത്? എന്റെ നാട്ടിൽ സ്വഹാബത്ത് പള്ളി ഉണ്ടാക്കിയിട്ടില്ലേ? അവരെങ്ങനെയാ ഖുത്ബോധേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ മുജാഹിദ് സെന്ററിലായ കേന്നന്മാരൊക്കെ ചോദിക്കാണ്, പിന്നെ എന്തിനാ നിങ്ങള് പിന്നെ ഫൈസൽ മൗലവി 10 പിരിയത്ത് സംവാദത്തിന് വന്നത്? എന്തിനാണ് പുതുപ്പറമ്പിലോ മറ്റോ എന്തിനാണ് സംവാദത്തിന് വന്നത്? ജിന്നിനെ വിളിക്കല് ശിർക്കല്ല എന്ന് പറയാനല്ലേ? ഇപ്പം താങ്കൾ ശിർക്കാന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ എന്താണ് മൗലവിമാരെ ഞങ്ങൾ മറുപടി പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി ഇല്ല. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മൗലവിന്റെ ഖുതുബ, നിങ്ങൾ ഈ സാധാരണക്കാർ ഇതിന് മറുപടി ഒന്നും പറയണ്ട, നമുക്കൊരു ജംഇയ്യത്തുൽ ഉലമ ഉണ്ട്, അവര് പറയുന്നത് അണ്ണാക്കൊടാതെ വിഴുങ്ങിയ മതി എന്നാണ് ബാലുശ്ശേരി പറയുന്നത്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല സാധാരണക്കാരെ.
മതത്തിന് മറുപടി പറയാൻ. കറക്റ്റ്. ആരാണ് ഈ പറയുന്ന നിങ്ങള്? ഞാൻ പാറക്കോറി തൊഴിലാളിയാണ്. ഞാൻ തെങ്ങ് കയറാൻ പോയിട്ടുണ്ട്. ഞാൻ 60 ലോഡൊക്കെ ഒന്നിച്ച് 60 ലോഡ് കല്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എന്നോട് ഡയലോഗ് അയച്ച ആളാണ്. എന്നിട്ട് എന്താ അയാൾ പറഞ്ഞു, എന്താ പാറക്കോറി തൊഴിലാളിക്ക് പ്രബോധനം നടത്തിക്കൂടെ? ഞാനത് പറയാൻ കാരണം എന്താ, ഇമാമിങ്ങളെ വന്നിട്ട് ക്രോസ് ചെയ്യണത് പാറക്കോറി തൊഴിലാളിയാണ്, അല്ലാതെ പാറവടിയിൽ പണിയെടുക്കൽ മോശമായിട്ടല്ല, തെങ്ങ് കയറ്റവും മോശമായിട്ടല്ല. പക്ഷേ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞൊരു മതവിധി തെറ്റാന്ന് പറയാൻ ഈ പടുജായിൽ വരാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ ആ ഇമാമിങ്ങളെ യോഗ്യതയും ഇയാളെ യോഗ്യതയും നമ്മൾ അളക്കൂലേ? അന്ന് പറഞ്ഞു എന്താ പാറക്കോറി തൊഴിലാളിക്ക് മതം പറഞ്ഞൂടെ എന്ന് പറഞ്ഞു വള്ളറക്കാട്ട് നിന്ന് ഡയലോഗ് അടിച്ച മൗലവി സ്വന്തം മണികൾ ജിന്നുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷനുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മൗലവിമാർക്ക് ഫോൺ വിളിച്ചപ്പോ പറയാണ്, നിങ്ങളതിന് സാധാരണക്കാർ ഇതിനൊന്നും മറുപടി പറയാൻ പോകണ്ട. ആര്? സാധാരണക്കാരായ ബാലുശ്ശേരി മൗലവി ആലിമീങ്ങൾ നിർവഹിക്കേണ്ട ഖുതുബ, ആലിമീങ്ങൾ നടത്തേണ്ട ഇമാമത്ത് വെള്ളിയാഴ്ച നടത്താൻ വന്നിട്ടായി പറയുന്നത്. നിങ്ങൾ സാധാരണക്കാർ ഇതിന് മറുപടി അറിയണ്ട. നമ്മളോട് എന്തേ പറഞ്ഞുള്ളൂ? നിങ്ങളുടെ നേതൃത്വം നിങ്ങളോട് ഖുർആനും സുന്നത്തും പറയുന്ന കാലത്തോളം നിങ്ങൾ അവരെ അനുസരിച്ചോളി. അതാണ്. അപ്പൊ നേതൃത്വം പറഞ്ഞത് അനുസരിക്കുക. ഇതന്നെയാണ് ടിപിയും പറഞ്ഞത്. ഞങ്ങൾ പറയുന്നതാണ് കേട്ടാ മതി. ഞങ്ങൾ കടപ്പുറത്ത് നിന്ന് ഇപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞേക്കണെങ്കിൽ അത് വിഴിഞ്ഞാ മതി നിങ്ങളെ. അതിന്റെ മുമ്പ് ഞങ്ങൾ പത്തപ്പിരിയം സംഭവത്തിൽ ഷിർക്ക് കടപ്പുറത്ത് നിന്ന് ഷിർക്കാന്ന് പറഞ്ഞേക്കണെങ്കിൽ അത് വിഴുങ്ങിക്കോളി. അല്ല, പത്തപ്പിരിയം സംഭവത്തിൽ ഷിർക്ക് എന്ന് പറഞ്ഞേക്കണോ, എന്നാ അത് വിഴുങ്ങിക്കോളി. അല്ലാതെ നേതൃത്വം പറഞ്ഞതിന്റെ അപ്പുറത്ത് പോകാൻ നിൽക്കണ്ട. അവരെ ബാധ്യതയാണ്, പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അതിനാ അള്ളാഹു പറഞ്ഞു അവരുടെ പണ്ഡിതന്മാർ ആ വിഷയം കൈകാര്യം ചെയ്യും. കാരണം എന്താ? വസ്അലു അഹ്ല ദിക്രി. വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. സക്കറിയ സ്വലായിക്ക് നമ്മൾ നേരത്തെ ഓതിയ സംഗതി അത് അറിയാതെ ബാലുശ്ശേരിന്റെ തൊള്ളിൽ നിന്ന് വന്ന ഉടനെ മൗലവിക്ക് തോന്നി ഇത് അപകടമാവും, ഇമാമിങ്ങളെ വേഗക്ക് പോകാൻ ആയിക്കുട്ടു ഈ ആയത്ത് പറഞ്ഞു പോണ്ട, ബേ യൂട്ടൻ അടിച്ചിട്ട് മൂപ്പര് മാറ്റിപ്പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അൽ ഉലമാ, റസൂലിന്റെ വാചകമാണ്, അൽ ഉലമാ വറസത്തുൽ അംബിയാ. വസ്അലു അഹ്ല ദിക്രി എന്ന് പറഞ്ഞു കുടുങ്ങി. അപ്പൊ പിന്നെ ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നുള്ളടത്തേക്ക് നമ്മൾ നീട്ടി കുടിച്ചോ വിചാരിച്ചിട്ട് ബേ യൂട്ടൻ അടിച്ചതാ. എന്നിട്ട് മൂപ്പര് പറയാം അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളെ പിന്തലമുറക്കാരാണ് ആലിമീങ്ങള്. അപ്പൊ ആലിമീങ്ങൾ പറയുന്നതാണ് കേട്ടാ മതി. അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ഏത് പണ്ഡിതന്മാർ? അള്ളാനെ പേടിക്കുന്ന പണ്ഡിതന്മാർ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, സൂറത്ത് ഫാത്തിറിലെ 28 പറഞ്ഞ ആ ഉലമാക്കൾ. അവര് മതം കൈകാര്യം ചെയ്തെടുത്ത് അപാകത പറ്റിയിട്ടില്ല എന്നാണോ 100%? എങ്കിൽ അതിൽ ഉറച്ചു വിശ്വസിക്കാം. എന്റെ മുജാഹിദേ, തലയിൽ അല്പം തലച്ചോറുണ്ടോ? ഈ മുസ്ലിംമാര് പറയുന്നതൊക്കെ കുടുംബം പോറ്റാനാന്നുള്ള മുൻവിധി മാറ്റിവെച്ച് ചിന്തിക്കൂ വഹാബികളെ. എന്നാൽ കള്ളം പറയുമെന്ന് 1000 തവണ തെളിയിച്ചു. പിന്നെ അവിടെ നിൽക്കാതിരിക്കുക. കാരണം നമുക്ക് 1000 വട്ടല്ല 10,000 വട്ടം തെളിയിച്ചാലും വഹാബികൾ അവിടെ തന്നെ നിൽക്കും. വലുത് ആ കൂട്ടായ്മയല്ല, നമ്മുടെ നഫ്സാണ്, നരകത്തു നിന്നുള്ള മോചനമാണ്. ഇതെല്ലാരും ഓർക്കുക. അപ്പൊ 1000 വട്ടം നുണ പറഞ്ഞാലും സഹോദരന്മാരെ പിന്നെ അവിടെ നിൽക്കരുത്. ഞാൻ ചോദിക്കട്ടെ മുജാഹിദുകള്, ഇമാം ഷാഫി തങ്ങളാണോ ബാലുശ്ശേരിയാണോ നിങ്ങൾക്ക് സത്യസന്ധനായി കൂടുതൽ തോന്നുന്നത്? നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമയാണോ 4 മദ്ഹബുകളാണോ നിങ്ങൾക്ക് കൂടുതൽ സത്യസന്ധരും വിവരമുള്ളവരുമായി തോന്നുന്നത്? എത്ര ലളിതമായ ആശയമാണിത്. ആലിമീങ്ങളെ കുറിച്ചുള്ള മുൻവിധി മാറ്റിവെച്ചാൽ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടോ മുജാഹിദുകളെ?